ബിഗ് ബോസ് സീസൺ 6 ലൈവ് അപ്ഡേറ്റ് ആണ്. ഇപ്പോൾ ലൈവിൽ നടന്ന റസ്മിൻ ജാസ്മിൻ ഫൈറ്റ് വലിയ വിവാദമായിരിക്കുന്നു. ജാസ്മിൻ അതിനെ ഒരു ഫിസിക്കൽ അസാൾട്ടായിട്ട് പറയാഞ്ഞതുകൊണ്ടും കംപ്ലൈൻറ്റ് ചെയ്യാതിരുന്നത് കൊണ്ടും തൽക്കാലത്തേക്ക് റസ്മിൻ രക്ഷപ്പെട്ടിട്ടുണ്ട്. ജാസ്മിൻ റസ്മിനെ നല്ലൊരു സുഹൃത്തായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ആവണം ജാസ്മിൻ അത് പറഞ്ഞത്. ജാസ്മിൻ്റെ ഒരു സ്വഭാവം വെച്ച് പറയുന്ന സമയത്ത് ഭയങ്കരമായിട്ടും കാലം പാകും. പക്ഷെ അത് മനസ്സിൽ വെച്ചൊരു പേഴ്സണൽ ഗ്രഡ്ജായിട്ട് ഒരിക്കലും കൊണ്ടുപോകാറില്ല. നമ്മുടെ ജിൻഡോ എന്തെല്ലാമാണ് പറയുന്നത്, എടോ പോടോ താൻ പോടോ എന്നൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ രണ്ടുപേരുടെ വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കാണാം. ഇത് ജാസ്മിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ സംഭവം അതല്ല. ഇന്നത്തെ ഈ ഹോട്ടൽ ടാസ്കുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നടന്ന ഈ ഫൈറ്റ്, അതിനുശേഷം ബിഗ് ബോസ് ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇനി അടുത്തൊരു തീരുമാനം ഉണ്ടാകുന്നതുവരെ ഹോട്ടൽ ടാസ്ക് തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തിരിക്കുകയാണ്. കാരണം ഇന്നത്തെ ഫൈറ്റ് കുറച്ച് കൂടിപ്പോയി. എല്ലാ കണ്ടസ്റ്റൻറ്റുകളുടെ മൈൻഡ് ആകെ മാറി, എല്ലാവരും മൈൻഡ് ഔട്ടായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ഈ ടാസ്കുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വേണ്ടത്ര തരത്തിലുള്ള എൻ്റർടൈൻമെൻറ്റ് കൊണ്ടുവരാനോ അല്ലെങ്കിൽ ആ ടാസ്ക് വിജയിപ്പിച്ചെടുക്കാനോ പറ്റാത്ത തരത്തിലേക്ക് പോകുമെന്ന് ബിഗ് ബോസിന് മനസ്സിലായി. സത്യത്തിൽ ഹോട്ടൽ ടാസ്ക് എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ഹൈലൈറ്റ് ആണ്. ഏറ്റവും ക്ലാസിക്കായിട്ട് നടത്തുന്ന ഒരു ടാസ്ക്കാണ് ഹോട്ടൽ ടാസ്ക്. ബിഗ് ബോസിൻ്റെ ടോപ്പ് 5 പോകാനുള്ള ഒരു ടേണിംഗ് പോയിന്റോടാണ് ഹോട്ടൽ ടാസ്ക്. അപ്പോൾ നമ്മുടെ ഗസ്റ്റ് ശ്വേത ഒരു വജ്രക്കല്ലുമായിട്ടാണ് ബിഗ് ബോസ് ഹൗസിനകത്തേക്ക് വന്നിരിക്കുന്നത്. ആ കല്ല് സ്വന്തമാക്കുന്നവർക്ക് ഈസിയായിട്ട് ടോപ്പ് 5 കയറാൻ കഴിയും. അത്രയ്ക്കും പ്രാധാന്യമുള്ളൊരു ടാസ്ക് ആയിരുന്നു ഇത്. പക്ഷേ നിർഭാഗ്യവശാൽ ഈ ടാസ്ക് ബിഗ് ബോസിന് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ കൂടുതൽ അപ്ഡേറ്റുകളുമായി നമുക്ക് വീണ്ടും കാണാം. നിങ്ങളിതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം.